നമസ്കാരം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തുറന്നുവെച്ച മാലിന്യക്കുഴിയിൽ വീണ് 3 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ച. ഇവിടുത്തെ ഭക്ഷണശാലകളുടെ മാലിന്യം ഒഴുകുന്ന മൂടിയില്ലാത്ത കുഴിയിലാണ് കുട്ടി വീണത്. ഇത് തുറന്നു കിടക്കുകയായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടുന്നത് അധികൃതരുടെ ഗുരുതര അനാസ്ഥയാണ്. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇവിടേക്ക് നടവഴിയില്ല. ഒരു വശം കെട്ടിടവും മറ്റ് 3 വശം ബൊഗെയിൻവില്ല ചെടികൾ കൊണ്ടുള്ള വേലിയുമാണ്. മാൻഹോളിന്റെ വലുപ്പത്തിലുള്ള മാലിന്യക്കുഴിയാണ് ദുരന്തമുണ്ടാക്കിയത്. കുട്ടികളടക്കം ഇത്രയധികം ആളുകൾ വന്നു പോകുന്ന വിമാനത്താവള പരിസരത്ത് ഇത്തരം കുഴികൾ മൂടാത്തത് അപകടമുണ്ടാക്കുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നത് അധികൃതരുടെ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നു. അപകടശേഷം മാധ്യമങ്ങൾ സ്ഥലത്തെത്തുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ഇട്ട് മൂടിയ നിലയിലുമായിരുന്നു. അതേസമയം കുട്ടിയുടെ കുടുംബത്തിനാവശ്യമായ സഹായങ്ങൾ നൽകുമെന്ന് വാർത്താക്കുറിപ്പിലൂടെ CL അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു രാജസ്ഥാൻ സ്വദേശിയായ സൗരഭിന്റെ മകൻ റിതൻ ജാജു കുഴിയിലേക്ക് വീണത്. 10 മിനിറ്റോളം കുഴിയിൽ കിടന്നു. പുറത്തെടുത്ത ഉടനെ കുട്ടി മാലിന്യം ഛർദ്ദിച്ചു. പിന്നാലെ അനക്കമറ്റ കുട്ടിക്ക് CPR നൽകിയതിന് പിന്നാലെ തൊട്ടടുത്ത അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ചു. മാതാപിതാക്കൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിലായിരുന്നു കുട്ടിയെ കാണാതായത്. മാതാപിതാക്കൾ കഫയുടെ അകത്തും പുറത്തുമെല്ലാം കുട്ടിയെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് കുട്ടിയെ കാണാതായി വിവരം അറിയിച്ചു. അന്വേഷണം തുടരുന്നതിനിടെ മാലിന്യക്കുഴിയുടെ സമീപത്ത് കുട്ടിയുടെ ചെരുപ്പ് പിതാവ് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് കുട്ടിയെ കുഴിയിൽ നിന്നും പുറത്തെടുത്തത്. കുട്ടിയെ 12:50ഓടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേ BP യും പൾസും തീരെ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നുവെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു.